ഇതാണ് കേട്ടോ വണ്ടി. നിങ്ങൾ നോക്കിയ മുതല് എന്തിട്ടാ വണ്ടി. അതുപോലെ തന്നെ ഉള്ള കാര്യം പറയാലോ, വെള്ളി മൂങ്ങയില് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് പച്ച. ഈ പച്ച കളർ എന്ന് പറഞ്ഞ വെള്ളിമൂങ്ങ സാധാരണ പോലെയല്ല, സാധാരണ വെള്ളിമൂങ്ങകൾ പോലെയല്ല. പച്ചക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഡിമാൻഡ് തന്നെയാണ്. ആ ഹൈ ഡിമാൻഡ് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ബാക്കി ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. അതുപോലെ വണ്ടി ഫുള്ള് കാണിച്ചു തരാം. ഇത്രയൊക്കെ കാശ് ചെലവാക്കി വണ്ടികളൊക്കെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു വേറെ ലെവല് തന്നെയാണ്. കാരണം ഒരുപാട് പേരുണ്ട് ഈ വണ്ടി കൊണ്ട് നടക്കണത്. സാധാരണ ഗതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി മേടിച്ചു, അതിന് പണിയൊന്നും കഴിക്കാണ്ട് ഈ തല്ലി ഓടിച്ച് അങ്ങനെ കൊണ്ടു നടക്കണ ഒരുപാട് പേരുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വണ്ടീനെ സ്നേഹിക്കണവരല്ല. ഇതെന്ന് പറഞ്ഞ അങ്ങനെയല്ല. വണ്ടി താ മുഖ്യം, വണ്ടി കഴിഞ്ഞിട്ടുള്ളോ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ആളെ അടുത്തും നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കട്ടെ. അതായത് ഈ വണ്ടിയിലെ ആളെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കുക. ഇതിന്റെ ഉള്ളില് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടാ. അത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. സംഭവം വർക്കാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ വണ്ടിയുടെ. അതുപോലെ തന്നെ ഇതിലിട്ട് അലൈവീലല്ല, ഈ വീൽ കപ്പ്, ഇതൊക്കെ നല്ല കിഡിലൻ ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാ. അപ്പൊ ഈ വീഡിയോ എടുക്കണതിന്റെ ഇടയിൽ ഇവിടെ ഒരു മൊത്തല് വന്നത് എന്താ ചോദിക്കുന്നുണ്ട് ഇവിടെ. അപ്പോ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഇനി ഇതിന്റെ ഉൾഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടാ. ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് പോകുമ്പോ ഇതിന്റെ മുകൾ വശങ്ങൾ കണ്ട സെറ്റ് ചെയ്തേക്കുന്നത് നല്ല അടിപൊളി അട്രാക്റ്റീവ് ആയിട്ട്. അതുപോലെ തന്നെ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കാന്ന് തോന്നില്ല, അത്രയും അടിപൊളിയിലാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ യാത്രക്കാർക്ക് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതായത് ബാക്കിൽ കറക്റ്റ് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം, ഫ്രണ്ടിലേക്ക് നോക്കാം. ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാലാണ് രസം. വണ്ടിയുടെ മെയിൻ രസം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ കറങ്ങുന്നുണ്ട്. അതുപോലെ ദേ CCTV ഉണ്ട് കേട്ടാ. വണ്ടിയുടെ ഉള്ളിൽ ദേ CCTV ആണ് വെച്ചേക്കുന്നത്. ഇത് ക്യാമറയാണ്. ശരിക്കും ഈ വണ്ടിയിലിരുന്ന് ഒരു പരിപാടി നടക്കില്ല, കാരണം റെക്കോർഡിംഗ് ആണ് കേട്ടാ CCTVയിൽ. അതുപോലെ തന്നെ വണ്ടിയിൽ വൈഫൈ ഉണ്ട് കേട്ടോ. അത് ഇവിടെ അടിഭാഗത്താണ്. അത് ഞാൻ ആളെടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഫ്രണ്ടില് ഈ ഫാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൊബൈല് കണക്ട് ചെയ്യാനുള്ള സാധനം കണ്ട, ഇതൊക്കെ അടിപൊളിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഗിയർ ലിവർ നോക്കി നിങ്ങള്, രസമായിട്ടില്ലേ? നമ്മുടെ പഴയ ഗിയർ ലിവർ പോലെയല്ല. ഇതൊക്കെ ഐറ്റംസുകൾ മേടിച്ച് വെച്ച് ഗിയർ ഇടാനും കാര്യത്തിനൊക്കെ അടിപൊളിയുണ്ട്. അതുപോലെ തന്നെ സീറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട്. ഈ വെള്ളിമുങ്ങയിൽ സീറ്റ് സെറ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇരുന്ന് കഴിഞ്ഞാൽ അടിയിലേക്ക് കാല് കറക്റ്റായിട്ട് എത്തും വേണം. ഇത് കൂടെ കറക്റ്റ് നമുക്ക് കാണും വേണം. അതുപോലെ കറക്റ്റ് സീറ്റ് സെറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് ഇത്ര ഭംഗിയിൽ സീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആർക്കായാലും, ഇപ്പൊ ഹൈറ്റ് ഉള്ള ആൾക്കായാലും ഹൈറ്റ് കുറഞ്ഞ ആൾക്കായാലും ഇതിൽ കറക്റ്റായി ഇരുന്ന് വണ്ടി ഓടിച്ചു പോവാം. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഈ സീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലവരുടെ സീറ്റൊക്കെ ഇത്ര ഹൈറ്റിലാ കയറി നിൽക്കുക, അതായത് അടിഭാഗം കട്ട് ചെയ്യാണ്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട്. ഇത് കറക്റ്റാണ് കേട്ടോ സീറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഡോർ പേഡും കാര്യങ്ങളൊക്കെ കണ്ട നല്ല രസമായിട്ടാണ് കേട്ടോ ഡോർ പേഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മുടെ കാറിന്റെ മിററാണ് കേട്ടാ വെച്ചേക്കുന്നത്. കണ്ട കാറിന്റെ മിറർ. അതുപോലെ ഗ്രില്ല്, ഫ്രണ്ടിൽ ഈ ഗ്രില്ല് വന്നത് ഒരു ചതി ഗംഭീര ലുക്കായിട്ട് കേട്ടാ. അതുപോലെ തന്നെ ലിപ്പ് കണ്ട, ലിപ്പൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഒക്കെ രസമുണ്ട്. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാട്ടാ.